മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ സത്യങ്ങളെല്ലാം തന്നെ അനന്തുവിനോടും ലേഖയോടും പറഞ്ഞതിന് ശേഷം മഹിയാണെങ്കിൽ ആകെ മരവിച്ച് തന്നെ നിൽക്കുകയാണ്. അപ്പോഴേക്കും അനന്ത് പറയുന്നുണ്ട്, ഈ സത്യങ്ങളൊന്നും ഒരിക്കലും കണ്ണൻ അറിയരുത്. അറിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഞങ്ങൾ കേട്ടുകൊണ്ട് നിന്നതുപോലെ തന്നെ കണ്ണൻ നിൽക്കണമെന്നില്ല. അവനാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് അവൻ്റെ അച്ഛനെയാണെന്നും അതുകൊണ്ട് മഹിയോട് ഒരിക്കലും ക്ഷമിക്കാൻ അവന് കഴിയില്ലെന്നും എന്നെല്ലാം പറയുന്നത് കേട്ട് ലേഖ പറയുന്നുണ്ട്, ഇനി മതി അനന്തുവേട്ട മഹിയെ പേടിപ്പിച്ചത്. മഹിയാണെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്നുമില്ലാത്തൊരവസ്ഥയിൽ തന്നെ നിൽക്കുകയാണ്. അതുകൊണ്ട് ഇനി മഹിയോടൊന്നും പറയണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ലേഖയാണെങ്കിൽ മഹിയെയും വിളിച്ചുകൊണ്ട് അകത്തോട്ട് പോകുന്നു. പിന്നീട് പ്രതാപൻ്റെ പിച്ചും പേയും എല്ലാം കേട്ടുകൊണ്ട് ഞെട്ടി എഴുന്നേക്കുന്ന മുത്തശ്ശിയാണ് കാണിക്കുന്നത്. മുത്തശ്ശി നോക്കുമ്പോൾ പ്രതാപനാണെങ്കിൽ കണ്ണൻ്റെ അച്ഛനോടായിട്ട് സംസാരിക്കുന്നു. ഞാൻ എന്താണെങ്കിലും ഈ പ്രാവശ്യം കണ്ണനോട് പറയാൻ പറ്റില്ല. നാളെ നീ വരുമ്പോൾ ഞാൻ തീർച്ചയായിട്ടും കണ്ണനോട് ഈ കാര്യങ്ങളെല്ലാം തന്നെ പറഞ്ഞോളാം എന്നെല്ലാം വളരെ സന്തോഷത്തോടു കൂടി തന്നെ പ്രതാപൻ സംസാരിക്കുന്നത് കാണുമ്പോഴേക്കും മുത്തശ്ശിക്കാണെങ്കിൽ ആകെ ഭയമാകുന്നുണ്ട്. പിന്നീട് മഹിയാണെങ്കിൽ എല്ലാ കാര്യങ്ങളും അനന്തുവിനോടും ലേഖയോടും എല്ലാം പറഞ്ഞിട്ടുള്ള കാര്യം ആ ദിവ്യയായിട്ടുള്ള അമ്മയുടെ അടുത്ത് ചെന്ന് മാർക്കോ പറയുന്നുണ്ട്. ഇനി എന്തെങ്കിലും കാരണവശാൽ കണ്ണൻ സാർ ഇതറിഞ്ഞാൽ മഹിയെ വെറുക്കുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അതൊക്കെ അതിൻ്റെതായ രീതിയിൽ തന്നെ നടക്കും മോനെ, പക്ഷേ ഒരു കുഴപ്പവും ഉണ്ടാവില്ല. അവർക്കിടയിൽ സന്തോഷവും സമാധാനവും എപ്പോഴും ഉണ്ടാവുമെന്നെല്ലാം പറഞ്ഞുകൊണ്ട് ആശ്വസിപ്പിച്ച് വിടുന്നുണ്ട് മാർക്കോനെ. പിന്നീട് വളകാപ്പിൻ്റെ കാര്യങ്ങളെക്കുറിച്ചെല്ലാം സംസാരിക്കുകയാണ് മഹിയോട് കണ്ണൻ. എന്നിട്ട് പറയുന്നുണ്ട്, ഇവിടെ വെച്ച് വേണം നടത്താൻ എൻ്റെ തറവാട്ട് വീട്ടിൽ. അതുകൊണ്ട് താൻ എന്താണെങ്കിലും മനസ്സിൽ എന്തെങ്കിലും വിഷമമുണ്ടെങ്കിൽ അതെല്ലാം ലേഖയോടായിട്ട് പങ്കിടുക തന്നെ ചെയ്യണം. ഇവിടെ വന്ന് വളകാപ്പ് നടത്തിയാൽ മാത്രമേ ഇവിടെയുള്ളവർക്കെല്ലാം ചെറിയ രീതിയിലെങ്കിലും ഒരു തിരിച്ചടി നമുക്ക് കൊടുക്കാനാകുള്ളൂ എന്നെല്ലാം കണ്ണൻ പറയുന്നിട്ട് മഹിക്കാണെങ്കിൽ ആകെ സന്തോഷമാകുന്നു. പിന്നീട് ഹോസ്പിറ്റലിൽ നിന്നും ഡിസ്ചാർജായി വരുന്ന പ്രതാപനെയാണ് കാണുന്നത്. അങ്ങനെ വളരെ പാടുപെട്ടുകൊണ്ട് തന്നെ പ്രതാപനാണെങ്കിൽ കാറിൽ നിന്ന് ഇറങ്ങുകയാണ്. അതേസമയം പ്രതാപൻ വന്ന കാര്യം അറിയുമ്പോഴേക്കും ദുർഗയാണെങ്കിൽ കരുണയോടായിട്ട് പറയുന്നുണ്ട്, കരുണമോള് പോകുമ്പോൾ ഞങ്ങളും കൂടെ വരാമെന്ന് പറയുമ്പോൾ കരുണയ്ക്ക് ഇത് കേൾക്കുമ്പോൾ ആകെ ഒരു ഷോക്കാവുന്നുണ്ട്. അങ്ങനെ കരുണ പറയുന്നുണ്ട്, ഇപ്പോഴെന്താണെങ്കിലും അമ്മ വരണ്ട, ഞാൻ ആദ്യം പോയി അച്ഛനെ ഒന്ന് കാണട്ടെ. അച്ഛനാണെങ്കിൽ ഇപ്പോഴും അങ്ങനെ തന്നെയാണെന്നാണ് മുത്തശ്ശി പറഞ്ഞത്. അതുകൊണ്ട് നിങ്ങളെ കാണുമ്പോഴൊക്കെ എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറയും, അതൊക്കെ നിങ്ങൾക്ക് കേൾക്കുമ്പോൾ ആകെ ഒരു വിഷമമാവും. അതുകൊണ്ട് ഞാൻ ആദ്യം പോയിട്ട് വരാമെന്ന് പറഞ്ഞ് കരുണയാണെങ്കിൽ പ്രതാപൻ്റെ അടുത്തോട്ട് പോവുകയാണ്. ഇതെല്ലാം കേൾക്കുന്ന ഉണ്ണിയാണെങ്കിൽ ഉറപ്പിക്കുന്നുണ്ട്, പ്രതാപൻ തന്നെയാണ് തൻ്റെ അച്ഛനെ ലോറി ഇടിച്ച് കൊന്നതെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല എന്ന് തന്നെ ഉണ്ണിക്ക് മനസ്സിലാകുന്നു. അങ്ങനെ ഉണ്ണിയാണെങ്കിൽ ഈ കാര്യം ദുർഗയോടായിട്ട് പറയുന്നുണ്ട്, എൻ്റെ സംശയം മുഴുവൻ പ്രതാപൻ തന്നെയാണ് നമ്മുടെ അച്ഛനെ കൊന്നതെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് നമ്മളെ കരുണ അങ്ങോട്ട് പോകാനായിട്ട് അനുവദിക്കാത്തതെന്നെല്ലാം ഉണ്ണി പറയുന്നത് കേട്ട് അതിൽ ശരിവെക്കുകയാണ് നമ്മുടെ ദുർഗ. പിന്നീട് പ്രതാപനെ വീട്ടിലോട്ട് കൊണ്ടുവന്നുള്ള കാര്യമാണെങ്കിൽ വാമദേവനെ വിളിച്ചറിയിക്കുകയാണ് മുത്തശ്ശി. അങ്ങനെ വാമദേവനോടായിട്ട് പറയുന്നുണ്ട്, അവനിപ്പോഴും അങ്ങനെ തന്നെയാണ്. അവൻ്റെ ശരീരത്തിനൊന്നും വലിയ കുഴപ്പമില്ലെങ്കിലും അവൻ്റെ സമനില ഇപ്പോഴും തെറ്റിയ പോലെ തന്നെ ഇരിക്കുകയാണ്. അതുകൊണ്ട് നിനക്കായിരിക്കും ഏറ്റവും കൂടുതൽ പ്രശ്നമുണ്ടാകാൻ പോകുന്നതെന്നല്ല മുത്തശ്ശി പറയുന്നത് കേട്ടെ ആകെ ഭയപ്പെട്ട് നിൽക്കുകയാണ് നമ്മുടെ വാമദേവൻ. പിന്നീട് മുത്തശ്ശി പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചെല്ലാം ആലോചിച്ചിരിക്കുകയാണ് വാമദേവൻ. ഇനി എന്ത് ചെയ്യുമെന്നുള്ള ആ ഒരു ആശയക്കുഴപ്പത്തിൽ തന്നെ ഇരിക്കുകയാണ്. പ്രതാപനെ ഡിസ്ചാർജായിട്ട് കൊണ്ടുവന്നിട്ടുണ്ടെന്നും പ്രതാപനാണെങ്കിൽ ഇപ്പോഴും മാനസിക നില തെറ്റിയതുപോലെ തന്നെ ഇരിക്കുകയാണെന്നും അതുകൊണ്ട് എല്ലാ സത്യങ്ങളും ഇനിയും അവൻ പറയാനായിട്ടുള്ള ചാൻസ് ഉണ്ടെന്നുമെല്ലാം സീമന്തിനോടായിട്ട് വാമദേവൻ പറയുന്നുണ്ട്. പിന്നീട് വാമദേവൻ്റെ ഫോണിലോട്ട് ഉണ്ണി വിളിക്കുന്നത് കേട്ട് വാമദേവനെ ഒന്ന് ഞെട്ടുന്നുണ്ട്. അങ്ങനെ ഉണ്ണിയാണെങ്കിൽ ഫോൺ വിളിച്ചിട്ട് പറയുന്നുണ്ട്, എനിക്ക് അമ്മാവനെ അത്യാവശ്യമായിട്ടൊന്ന് കാണണം, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഞാൻ പറയുന്ന സ്ഥലത്തോട്ട് വരാനായിട്ട് വാമദേവനോടായിട്ട് പറയുന്നു. വാമദേവനാണെങ്കിൽ ഇത് കേൾക്കുമ്പോഴേക്കും ആകെ ഒന്ന് ഭയക്കുന്നുണ്ട്. എല്ലാ സത്യങ്ങളും ഉണ്ണി അറിഞ്ഞുകൊണ്ട് തന്നെയായിരിക്കും എന്നെ വിളിക്കുന്നതെന്ന് വാമദേവൻ മനസ്സിലാക്കുന്നു. ഞാൻ പിടിക്കപ്പെട്ടു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഉണ്ണിയാണെങ്കിൽ എന്നെ കാണണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ വിളിച്ചത്. അതുകൊണ്ട് ഇനി അവൻ ജീവിച്ചിരുന്നുകൂടാ. എന്തെങ്കിലും സംശയം അവന് തോന്നിയിട്ടുണ്ടെങ്കിൽ അപ്പോൾ തന്നെ അവൻ്റെ കഥ ഞാൻ കഴിക്കുമെന്നെല്ലാം വാമദേവൻ പറയുന്നത് കേട്ട് സീമന്തിനാണെങ്കിൽ ആകെ ഞെട്ടിപ്പോകുന്നുണ്ട്. അങ്ങനെ വാമദേവനാണെങ്കിൽ ഉണ്ണിയെ കാണാനായിട്ട് അങ്ങോട്ട് ചെല്ലുകയാണ്. അങ്ങനെ ഉണ്ണിയെ കാത്തു നിൽക്കുകയാണ് വാമദേവൻ. അങ്ങനെ വാമദേവനെ കാണാനായിട്ട് ഉണ്ണി അവിടെ എത്തുന്നുണ്ട്. എന്നിട്ട് കരുണയാണെങ്കിൽ പ്രതാപനെ കാണാനായിട്ട് ഞങ്ങളെ സമ്മതിക്കുന്നില്ല എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ വാമദേവനോടായിട്ട് പറയുന്നുണ്ട്. ഇത് കേൾക്കുന്ന വാമദേവൻ ആകെ ഒന്ന് ഞെട്ടുന്നുണ്ട്. കാരണം ഇവൻ അറിഞ്ഞിട്ടാണോ എല്ലാം സംസാരിക്കുന്നതെന്നുള്ളൊരു പേടിയാണ് വാമദേവന്. അങ്ങനെ ഒടുവിൽ വാമദേവൻ്റെ പരിങ്ങളെല്ലാം കാണുന്ന ഉണ്ണിക്കാണെങ്കിൽ കാര്യങ്ങളെല്ലാം തന്നെ മനസ്സിലാകുന്നുണ്ട്. വളരെ ത്രില്ലിംഗ് ആയിട്ടുള്ളൊരു എപ്പിസോഡുകളാണ് ഇനി വരാനിരിക്കുന്നത്. ഈ റിവ്യൂ ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പുതിയൊരു എപ്പിസോഡിനായിട്ട് നമുക്ക് കാത്തിരിക്കാം.